ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഈ രാവിലെ റെഡി ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോവുകയാണ്. നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ്. അതിന് ഞാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മയും ഞാനും കൂടെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. നമ്മളങ്ങനെ ചിക്കൻ്റെ ഷോപ്പിലൊക്കെ എത്തി. ഞാൻ അവിടെ ഓർഡർ കൊടുത്തു. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ചിക്കൻ കിട്ടി. നമ്മളങ്ങനെ വീട്ടിൽ വന്നു. നമ്മളിവിടെ കൂവക്കിഴങ്ങിലായിരുന്നു. അങ്ങനെ കുഞ്ഞമ്മ അതെല്ലാം വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി കുളിക്കാൻ പോയി. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അടുക്കളയിൽ ചിക്കൻ കറിയും കപ്പയെല്ലാം റെഡിയായി. കപ്പ ഞാൻ വെച്ചിട്ട് വാഴയില വെട്ടാം, അതിനകത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ഞാൻ പോയി നമ്മുടെ പറമ്പിൽ നിന്നൊരു വാഴയിലൊക്കെ വെട്ടി തിരികെ വരികയാണ്. അപ്പോഴത്തേക്ക് അവിടെ അപ്പൂപ്പൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്തോ പറയുന്നുണ്ടായിരുന്നു, നല്ല ഇല നോക്കി വെട്ടണേന്ന്. അങ്ങനെ വെട്ടീനകത്ത് വന്നു. അപ്പോഴത്തേക്ക് ഇലയൊക്കെ കഴുകി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അമ്മമ്മ ചിക്കൻ കറിയും കപ്പയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ പിന്നെ ഞാൻ ചോറ് എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ തുണിയൊക്കെ വെച്ചിട്ടിട്ട് വേഗം പോരടി, നമുക്കൊരു സ്ഥലത്തൂടെ പോകണ്ട്. ഇപ്പം ഞാൻ പറയുന്നില്ല നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്, അത് നിങ്ങൾക്ക് ആംബിയൻസ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ കടലുകളാണ്, നല്ല സൂപ്പറാണ്. നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒത്തിരി ബോട്ടുകൾ, നമ്മൾ പോകുന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ നമുക്ക് ബോട്ടിൽ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷേ നമുക്ക് പോകേണ്ടത് ബോട്ടിലല്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് നേരെ പോകുന്നത് നമ്മുടെ മൺറോത്തുരുത്ത് സ്റ്റേഷനിലോട്ടാണ്. അപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായി കാണും എവിടോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ആ ഫ്രണ്ടിൻ്റെ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ പോയി. അപ്പോഴത്തേക്ക് ഈ മാമൻ വന്ന് നമ്മുടെ അടുത്ത് ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞമ്മയും ഇവിടെ ഓട്ടോ അങ്കിളും അമ്മയൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലാണ് പോകുന്നത്. വെള്ളത്തിൽ കയറി. അപ്പോഴത്തേക്ക് അപ്പൂപ്പൻ്റെ നമ്മൾ ആ തുഴയുന്ന സാധനം ഉണ്ടല്ലോ, മുളം കമ്പ് നീളുള്ള, അത് എവിടെയോ കുടുങ്ങി ഉടക്കിപ്പോൾ. അങ്ങനെ അപ്പൂപ്പൻ അത് വെച്ച് തുഴഞ്ഞ് പോയി എടുക്കുകയാണ്. എനിക്ക് എന്നെ തിരുന്നപ്പോൾ പേടി, നീ അപ്പൂപ്പൻ ഇങ്ങനെ എത്ര ധൈര്യത്തോടെ നടന്നു പോകുന്നതെന്നൊക്കെ. ഓക്കെ, അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ പോയി. പോകുന്ന വഴി ഇതേ കൂട്ട് കുറേ കുഞ്ഞ് ഈ ബ്രിഡ്ജ് ഉണ്ടല്ലേ, അതുകൊണ്ട് ഇതങ്ങനെ വലിയ കുഴപ്പമില്ല, നമ്മുടെ തലയൊന്നും തട്ടത്തില്ല. പക്ഷേ ഇതേ കൂട്ടുള്ള കുഞ്ഞു ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് കടക്കണം, അല്ലെങ്കിൽ നമ്മുടെ തല നല്ല രീതിയിൽ തട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ വേദന എടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വേണം നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് എത്താൻ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പോകുന്ന വഴി നമ്മുടെ ഓപ്പോസിറ്റിൽ ഒത്തിരി ബോട്ടല്ലെങ്കിൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ വള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ചെയ്തു, ഞാനും ചെയ്തു, നമ്മൾ എടുത്തു. പിന്നെ ബോട്ടും വെള്ളവും മാത്രമല്ല കേട്ടോ, ഇതേ കൂട്ടുള്ള ബനാന ബോട്ടുകളും ഉണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ ഇഷ്ടംപോലെ ബനാന ബോട്ടും എല്ലാം വരുന്നുണ്ട്. അത് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്ക് രണ്ട് മാമന്മാർ ഇങ്ങനെ വള്ളം കുത്തി കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മീൻ പിടിച്ചായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞ് മീൻ പിടിച്ചതല്ല, മീൻ പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. വീണ്ടും നമ്മൾ നമ്മുടെ അടുത്തൊരു വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ബോട്ടുകൾ തമ്മിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അടുത്തടുത്ത് തന്നെയാണ്. അപ്പോഴത്തേക്ക് ഒരു അങ്കിൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പാടാണ്, കാരണം തെന്നുന്നത് കൊണ്ട്. എൻ്റെ പുറകെ കാണുന്ന ആ നീല നെറ്റ് കൂട്ടുള്ള സംഭവം, അത് നമ്മുടെ ചെമ്മീൻ കെട്ടാണ്. പിന്നെ ഈ മണ്ടപ്പോയ തെങ്ങിൻ്റെ ഒരു കുറ്റി അവിടെ ഇങ്ങനെ നിൽപ്പണം, അത് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ തിരിച്ചു വരാൻ നേരം ഏകദേശം ഈ സൺസെറ്റിൻ്റെ ടൈമൊക്കെ. ഇപ്പോഴും നമ്മൾ തിരിച്ച് വരാറായിട്ടില്ല, നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിലോട്ട് അടുത്തതിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പോകുന്ന വഴിയിലല്ലേ ഇങ്ങനെ കുഞ്ഞു ചായക്കടകളൊക്കെ ഉണ്ട്. നമ്മുടെ അഷ്ടമുടീൻ്റെ വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ട് യൂട്യൂബേഴ്സിൻ്റെ അതിനകത്തൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ സംഭവം, ഈ ആർച്ച്. മെയിനായിട്ടുള്ള ഒരിതാണ് ഈ ആർച്ച്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അതിനകത്തോട്ടൊക്കെ കയറുമ്പോൾ തന്നെ ഇതാണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൺസെറ്റും അതിൻ്റെ അടുത്തുകൂടി ഈ ബനാന ബോട്ടും ഈ വള്ളമൊക്കെ പോകുന്നതാണെന്ന് തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ പോയ വഴി കൂടെ അല്ല, നമ്മൾ വേറൊരു വഴി കൂടാണ് വരുന്നത്. അവിടെയും ഇതേ കൂട്ടുള്ള കുഞ്ഞു ബ്രിഡ്ജുകളുണ്ട്. ആ അപ്പൂപ്പൻ കണ്ടില്ലേ ഇരുന്ന് പോകുന്ന അതേ കൂട്ടുമാണ്, നമ്മളും ഇരുന്നാണ് പോകുന്നത്. പിന്നെ നമ്മൾ വേറെ വഴി കൂടെ ഒക്കെ പോയി നല്ല രസമാണ്. നമ്മുടെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിൽ വന്നിട്ട് ഞാനും കുഞ്ഞമ്മയും
വാവയും കൂടെ ചന്ദനത്തോപ്പിലോട്ടാണ് പോകുന്നത്. നമ്മൾ പോയത് സീത്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനത്തോപ്പിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻ്റായിരുന്നു. ഇങ്ങനെ നമ്മൾ അവിടെ പോകാന്ന് വെച്ചാൽ അൽഫാം വാങ്ങിക്കാനാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഫുഡിന് ഓർഡർ കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ചോക്ലേറ്റ് ചാർജർ പറഞ്ഞു. അങ്ങനെ ഞാനും അവളും കൂടെ അത് ആദ്യം കൊടുത്തപ്പോൾ അവൾക്ക് തന്നാലും അവൾ കഴിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, നമ്മളത് ഓപ്പൺ ചെയ്തു. അതിന് ഞാൻ എടുത്ത് വെച്ചു, പ്ലേറ്റിലോട്ട് വെച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് തുറന്നപ്പോഴത്തേക്കും ഒരു കുഞ്ഞി കൈ അവിടെ വന്ന് ആ കുബൂസ് ഇങ്ങനെയുള്ള ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.